ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ട് നീ പോയി അല്ലേ? ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആരിഫെ ഒന്ന് കാണാൻ. അതോ റസാഖിനെ കാണാനോ? പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ എന്ത് കരുതിയാലും തരക്കേടില്ല. നീ എന്നെ ധിക്കരിക്കാണല്ലേ? സുഖമില്ലാതെ കിടക്കുന്ന പെണ്ണിനെ ഒന്ന് കാണാൻ പോയതാണോ ധിക്കാരം? ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും അവള് പോയി. പോകണ്ടെന്ന് പറയാൻ കാരണം റസാഖിന്റെ ഉമ്മുന്റെയും പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്. ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം നീ എന്ത് കണ്ടെന്നാണ്? കണ്ടതല്ല എന്നെ ഇനി പറയണമെന്നുണ്ടോ? പറയണം. ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമയോടെ ജീവിക്കണമെങ്കിൽ സംശയങ്ങൾ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ആ ജീവിതം നരകമായിരിക്കും. നീ റസാഖോട് ചോദിച്ചില്ലേ അയാളെ കുഞ്ഞിന് എന്തുകൊണ്ട് ഉമ്മുവിന്റെ പേരിട്ടെന്ന്? അത് അയാളുടെ ഇഷ്ടമല്ലേ? അതിന് നിന്റെ ഭാര്യ എങ്ങനെ കുറ്റക്കാരിയാകും? ഇവക്ക് ഇഷ്ടപ്പെട്ട ആട്ടിറച്ചി കൊടുക്കാനാണ് വിരുന്ന് വെച്ചത് നീ ആക്ഷേപിച്ചില്ലേ? ഇവൾ ആവശ്യപ്പെട്ടിട്ടാണോ അങ്ങനെ ഒരു വിരുന്ന് വെച്ചത്? പിന്നെ ഇവള് പാടിയ പാട്ട് റസാഖ് എങ്ങനെ പാടിയെന്നാണ്. ശരിയാണ്, ആരായാലും സംശയിച്ചു പോകും. ഇവര് തമ്മില് സ്നേഹത്തിലായിരുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷെ ഞാൻ എന്റെ മോള് വലിയൊരു തറവാട്ടില് വലിയൊരു പണക്കാരന്റെ ഭാര്യയായി വാഴണമെന്ന് ഞാൻ ആശിച്ചുപോയി. മോനെ, നീ ഒന്ന് മനസ്സിലാക്കണം. അന്ന് നീയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന ഇവളെ. വേണ്ട ബാപ്പ, എന്നെ ഇതിന് നിർബന്ധിക്കരുത്. എനിക്കറിയാം നിന്റെ മനസ്സിൽ ഇപ്പോൾ റസാഖാണെന്ന്. അവനെ നീ മറക്കണം, എങ്കിലേ മറ്റൊരു പുരുഷനോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാൻ നിനക്ക് കഴിയും. എന്നോട് എതിരൊന്നും പറയണ്ട മോളെ. എന്റെ മോളൊരു അന്തസ്സുള്ള തറവാട്ടിലൊരു പണക്കാരന്റെ ഭാര്യയായി ജീവിക്കണമെന്ന് പാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് നീ ഒരു രാജകുമാരിയെ പോലെ കഴിയുന്നത് കണ്ട് ഈ നാട്ടിലുള്ളവർ അസൂയപ്പെടണം. ആ തറവാട്ടിലെ ബന്ധുവാണെന്നും പറഞ്ഞ് പാപ്പാക്ക് തല ഉയർത്തി പിടിച്ച് നടക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം ബലിയിരിക്കണമെന്ന് പറ്റില്ല പാപ്പ, പറ്റില്ല. പിന്നീട് ഒരു ദിവസം ആരുടെയും പ്രേരണ ഇല്ലാതെ തന്നെ സമ്മതിച്ചു. എന്തെല്ലാമോ മനക്കോട്ടകൾ കെട്ടി ആ വീട്ടിലേക്ക് കയറി വന്ന എന്റെ മോടെ അനുഭവം. മാമയുടെ ചീത്തവിളിയും നാത്തൂന്റെ ആട്ടും തുപ്പും എല്ലാം ഇട്ടെറിഞ്ഞു പോരാമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു പോയി. ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് ബാപ്പ പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് ബാപ്പയ്ക്ക് അറിയണോ? എന്തിനാ നിന്റെ പുറപ്പാട്? ഞാനുമായുള്ള വിവാഹം നടന്നില്ലെന്ന് വെച്ച് നീ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ പിന്നെ ഞാൻ ജീവനോട് കൂടി ഇരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? നളന്തറയിലെ അലിയാരി കുഞ്ഞിന്റെ മരുമകളാൻ ഭാഗ്യമുള്ള നിന്നെ വെറും അറിവുകാരനായ ഞാൻ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. ഒന്നിച്ചുകൂടാൻ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം നമ്മളെ പടച്ചവൻ അയച്ചു നിർത്തിയത് നിന്റെ പരിശുദ്ധിക്ക് വേണ്ടി മാത്രമായിരുന്നു. നീ എനിക്കുള്ളതല്ല എന്ന് അന്നേ അവൻ തീരുമാനിച്ചിട്ടുണ്ട്. കമറുദ്ദീനുമായിട്ടുള്ള ഈ ബന്ധം നിനക്കൊരിക്കലും ദോഷം വരുത്തില്ല. യാതൊരു കാരണവശാലും നീ ഇതിനെതിര് പറയരുത്. സുഖമില്ലാത്ത കമറുവിനെ ശുശ്രൂഷിക്കുന്നതിൽ നിനക്ക് വിഷമം കാണും. നളന്തറയിലെ അലിയാര് കുഞ്ഞിന്റെ പേരക്കിടാവാണ് നിന്റെ കുഞ്ഞെന്ന് പറയുന്നതിൽ നിനക്കുമില്ലേ ഒരു അന്തസ്. ആ അന്തസ് നിനക്ക് ആവശ്യമില്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അന്തസ്സും സ്ഥാനമാനങ്ങളും ഓർത്തെങ്കിലും നീ ത്യാഗം ചെയ്തേ പറ്റൂ. എന്നെപ്പറ്റി ഇനി നീ ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. അങ്ങനെ ഓർക്കാൻ ഇട വന്നാൽ അന്ന് എന്റെ മയ്യത്തായിരിക്കും. എന്നാൽ നീ ഇതിനെ സമ്മതിക്കണം. അങ്ങനെ നിങ്ങളെ നിക്കാഹ് ചെയ്യണമെന്ന് എന്നെ നിർബന്ധിച്ച റസാഖ് ഖാനെയല്ലേ നിങ്ങൾ സംശയിച്ചത്?
ഇത്രയും കാലം ഞാൻ അവിടെ താമസിച്ചിട്ടും ഒരു വാക്കിൽ നിന്നോ ഒരു ചലനത്തിൽ നിന്നോ റസാഖക്ക എന്റെ മനസ്സിലുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉമ്മയുടെ നശിച്ച ആ എഴുത്ത് അന്നവിടെ വന്നില്ലായിരുന്നെങ്കിൽ റസാഖക്ക പാടിയ ആ പാട്ട് പോലും ഞാൻ അവിടെ പാടുകയില്ലായിരുന്നു. ഞാൻ റസാഖക്കായും ചെറുപ്പത്തിലെ സ്നേഹമായിരുന്നു എന്നറിഞ്ഞ ആരിഫയുടെ നിർബന്ധമാണ് എനിക്കിഷ്ടമുള്ള ഇറച്ചി വയ്ക്കാനും കുഞ്ഞിന് എന്റെ പേരിടാനും കാരണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഇക്കാക്ക ആരിഫ് മയ്യത്തായി. അമ്പത്തിയഞ്ച് 4 59 60 ആ 2 10 പൈസ അതും വെച്ച് മിണ്ടണില്ല പോകുമ്പോ വേണ്ട. ഹലോ ഹലോ അശേ അതെന്താണ് ആരെയാ പേപ്പർ? അത് ഞമ്മടെ എന്തിനാണ് വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്? ഭയങ്കര ബുദ്ധിയാണല്ലോ. പോകുമ്പോ അഡ്രസ് ഒന്ന് വരണം കേട്ടാ. പിന്നെ ചായന്റും പറഞ്ഞ പൈസ എന്റെ പറ്റിലെഴുതിക്കോ. പറ്റാ, ഇതൊരു തരം പറ്റിക്കലാണല്ല. അത് വേണ്ട, കാശ് എന്നിട്ട് പോയാ മതി കേട്ടാ. ഞാനല്ല പറയണത്, കാശ് പിന്നെ തരാന്ന്. കോയ ബുക്കിൽ എഴുതിക്കോ. കോയ ഇങ്ങനെ എഴുതി ചെയ്തിച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി ഈ കട മയ്യത്താക്കിയത്. ഇനി ബുക്കിൽ എഴുതുന്ന പരിപാടി നോ, നഹി, നിർത്തി. ഇപ്പൊ ഹമീദിക്കല്ല കോയേന് കട നടത്തണത്, മനസ്സിലായ? നിനക്കെങ്ങനെ മനസ്സിലാവാൻ? തന്റെ തലയിൽ വല്ലതും ഉണ്ടാ? ആകെ തലയെക്കെട്ട് മാത്രമല്ലേ ഉള്ളു. പൊന്ന് കോയല്ലേ. ആ വെള്ളിക്കുടോണ്. ആ കയ്യട് കയ്യട്. സോപ്പിടല്ലേ സോപ്പിടല്ലേ, മതി മാറ്റോ കൈ. തങ്കക്കുടമേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ. ഒന്നുമില്ലേ, നിനക്കൊരു പെണ്ണ് ഇട്ടിച്ചേരണ്ടോനല്ലേ ഞാൻ. ചക്കരക്കുട്ട. അതേ സോപ്പിടണ്, പിന്നെ സോപ്പിടണ്. കാശിലി മുണ്ടും ഷർട്ടും അഴിച്ചു വെച്ചിട്ട് പോടോ. ഒലക്കര മൂട്. ഷർട്ടും മുണ്ട് ഊരിയൊക്കെ പിന്നെ ഞാനങ്ങനെ പുറത്തിറങ്ങി നടക്കും. കാലോണ്ട് വെറുതെ നാവിട്ട് ഇളക്കല്ല എന്റെ പരീതിക്ക. കൈ കാശിലില്ലേ ബല്ലേരെ ചായപ്പൊടി കയറി വെട്ടി വിഴുങ്ങുമ്പോ ഓർക്കണേ. താൻ കാശ് വെച്ചിട്ട് മുണ്ടഴിച്ചു. താൻ കാശ് എന്നിട്ട് പോയാ മതി. ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും. അത് തരാണ്ട് താൻ ഇവിടുന്ന് ഒരട്ടി വെക്കൂല. അള്ളാണെ വെക്കൂല, അതറിയാ. കോയ പറഞ്ഞതാ. ഇവിടെ നിന്ന് നാണം കെടാതെ ഷർട്ടും മുണ്ടും ഊരി കൊടുത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ല, ഷർട്ടും മുണ്ടും കൂടെ ആവുമ്പോ വലിയ അടങ്ങാറാ. ഷർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആക്കാം. ഷർട്ടും മുണ്ടും ആണല്ലോ ചോദിക്കണത്. അതോ ഷർട്ട് മാത്രം പോരാ, നമുക്ക് മുണ്ടും കിട്ടണം. അയക്കട മുണ്ട് ഇക്ക വേണ്ട, ചിലപ്പോ അണ്ടർവെയർ ഉണ്ടാവില്ല. ആ അത് ശരിയാണ്. കൊടങ്ങനെ ഊരോ ഊരോ ഷർട്ട് ഊരോ. എടോ ഷർട്ട് അയക്കാൻ അയച്ചോടോ. ഷർട്ട് പറ അയക്കോ മതി. പോടോ, നീ താൻ പോകാം. പോകാം അങ്ങനെ അത് പോകാം. താൻ തിരിഞ്ഞൊന്നും നോക്കണേ. താൻ പോ, തന്റെ പാട്ടിന് പോ. ആ ചിരിക്കണ്ട ചിരിക്കണ്ട. ഒക്കേത്തിനെ ഞമ്മള് പിടിക്കണുണ്ട്.